നാജിലയ്ക്കെതിരെ ഷാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിനകത്ത് നാജിലയ്ക്കെതിരെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നാജിലയെ പല പേരും വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഷാൻ ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നാജിലയുടെ ഉമ്മയൊക്കെ വന്നതിന് ശേഷം നാജിലയ്ക്ക് പിന്നെ എന്നെ വേണ്ടതായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇന്ന് നാജില ഒരു ലൈവ് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ലൈവിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേയധികം പേര് മെസ്സേജ് അയക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാണുങ്ങളുമല്ല, എനിക്ക് മെസ്സേജ് അയച്ചതല്ല, സാധാരണ ഇത്തമാരൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ട് അവരെന്നെ ആശ്വസിപ്പിക്കാനൊക്കെ മെസ്സേജ് അയച്ചതും വിളിച്ചതും ഒക്കെയാണ്. ഇതുണ്ടെങ്കിൽ ഷാൻ പറയുന്ന കേട്ടാൽ തോന്നുന്നു എനിക്ക് മറ്റാരാണ്ടായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്നുള്ള രീതിയിലും നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ മെയിനായിട്ട് പിരിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ ഭയങ്കരമായിട്ട് കുടിയാണ്. കുടി നിർത്തത്തേയില്ല, അത്രയ്ക്ക് അഡിക്ഷൻ പോലെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലിപ്പം പിരിയാനുള്ള കാരണം. അതുപോലെ തന്നെ ഉപദ്രവമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഷാൻ ഉണ്ടെങ്കിൽ ഈ ഒരു കുടി നിർത്തത്തില്ല. കുടി നിർത്തിയാൽ പിന്നെയും ഒന്നിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്നുള്ള രീതിയിലായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്.